CITUവിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച തൊഴിലാളി നഗരത്തെക്കുറിച്ച് അറിയുമോ? ഈ 15,000 വീടുകൾ പടുത്തുയർത്തിയത് കേരളത്തിലോ ബംഗാളിലോ അല്ല. ആ നഗരം മഹാരാഷ്ട്രയിലെ സോലാപൂരിലാണ്. ഒന്നും രണ്ടുമല്ല, ആദ്യഘട്ടത്തിൽ 10,000 വീടുകളും രണ്ടാം ഘട്ടത്തിൽ 5,100 വീടുകളുമാണ് പൂർത്തീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭവന പദ്ധതിയായി ഇവ മാറുകയും മാറുന്ന നഗരങ്ങൾക്കുള്ള 2018 ട്രാൻസ്ഫോർമേറ്റീവ് സിറ്റീസ് അവാർഡ് നൽകി ആംസ്റ്റർഡാമിലെ ട്രാൻസ്നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. നോക്കുകൂലി, ഫാക്ടറി പൂട്ടിക്കൽ എന്നൊക്കെ എഴുതി തൊഴിലാളി സംഘടനകളെയും പ്രത്യേകിച്ച് CITUവിനെയും വികസന വിരോധികളും ഗുണ്ടകളുമാക്കി ചിത്രീകരിക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ കഷ്ടപ്പെടുമ്പോൾ മറുവശത്ത് ചേരികളിൽ ജീവിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കാനുള്ള ദൗത്യമാണ് CITU ചെയ്തത്. 90കളിൽ CITU ആരംഭിച്ച സമരത്തിന് മുന്നിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ മുട്ടുകുത്തിയതും ആ സംഘടനയുടെ ശക്തമായ പോരാട്ടത്തിന്റെ ഫലമാണ്. ചേരികൾ പോലുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന തൊഴിലാളികൾക്കായി ഭവന പദ്ധതിയുമായി മുന്നോട്ടു പോയ CITUവിനൊപ്പം പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ നിർബന്ധിതരായി. പദ്ധതി നടത്തിപ്പിന് CITU സഹകരണ ഭവന സൊസൈറ്റി രൂപീകരിച്ചു. ആദ്യഘട്ടങ്ങളിലെല്ലാം പിന്തിരിഞ്ഞു നിന്ന സർക്കാരുകൾക്ക് മുന്നിൽ ബീഡി തൊഴിലാളികൾ അതിശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ചു. ചേരികളിലല്ല, വീടുകളിൽ ജീവിക്കണമെന്നും അത് ഞങ്ങളുടെ അവകാശമാണെന്നും തൊഴിലാളികൾ തറപ്പിച്ചു പറഞ്ഞു. ഒരു വിധത്തിലും പിന്മാറാൻ തയ്യാറാകാതിരുന്ന സഖാക്കൾക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി. 3-1 പണം കേന്ദ്രവും 3-1 പണം സംസ്ഥാനവും ചെലവ് വഹിക്കുന്ന രീതിയിൽ കരാറിലേക്ക് എത്തി. ആ പോരാട്ടം വിജയിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി 30,000 വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ സോലാപൂരിലെ CITU. ഇന്ത്യയിൽ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമരങ്ങളുടെ കുന്തമുനയായ CITUവിന്റെ 18ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് വിശാഖപട്ടണത്ത് കൊടി ഉയരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ചുവടുറച്ചു തന്നെ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല.